കഴിഞ്ഞ ദിവസം രാത്രി തെക്കൻ ഇസ്രായേലിലെ മരുഭൂമിയുടെ നടുവിലെ ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള ഒരിടത്തിന് തൊട്ടടുത്ത് ഒരു മിസൈൽ വന്നു വീണു. ഇസ്രായേലിലെ ആണവ നഗരമായിട്ടുള്ള ഡിമോണയ്ക്ക് തൊട്ടടുത്തായിരുന്നു അത്. ആ പ്രദേശം ഒന്നാകെ അതോടെ വിറച്ചുപോയി. ആളുകൾ അന്ന് ഉണർന്നത് അലാറാം കേട്ടല്ല, മറിച്ച് അപായ സൂചന നൽകുന്ന സൈറണുകൾ കേട്ടാണ്. ദൂരെ സ്ഫോടനങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഈ തവണ വന്ന മിസൈലുകൾ വെറും സാധാരണ റോക്കറ്റുകൾ അല്ലെന്ന ഭയം എല്ലാവരിലും നിറഞ്ഞു. അത് ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിന്റെ ഹൃദയഭാഗം ലക്ഷ്യം വെച്ച് വന്ന ഇറാനിയൻ മിസൈലുകളായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു യുദ്ധരാത്രി ആയിരുന്നില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പോലും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വൈകുന്നേരം എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്? നമുക്കൊന്ന് സാവധാനം കാര്യങ്ങൾ വിശകലനം ചെയ്യാം. നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ കഥ തത്സമയം കാണുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രായേലിലെ തെക്ക് ഭാഗത്ത് ഡിമോണ എന്ന പട്ടണത്തിന് അടുത്ത് അതിതീവ്ര സുരക്ഷയുള്ള ഒരു ആണവ കേന്ദ്രമുണ്ട്. ഇസ്രായേല് തങ്ങളുടെ ആണവായുധ പദ്ധതിയെക്കുറിച്ച് ഒരിക്കലും പരസ്യമായിട്ട് സമ്മതിക്കാറില്ല. എങ്കിലും ഡിമോണ അതിന്റെ പ്രധാന ഭാഗമാണെന്ന് ലോകത്തിലെ സുരക്ഷാ ഏജൻസികൾക്കും ഇന്റലിജൻസിനും എല്ലാം അറിയാം. ഇത്തരമൊരു സ്ഥലത്തിന് തൊട്ടടുത്ത് മിസൈലുകൾ വന്ന് വീഴുമ്പോൾ അത് വെറും ഒരു സൈനിക നീക്കം മാത്രമല്ല, അതൊരു ആഗോള പ്രശ്നമായിട്ട് മാറുന്നു. കാരണം അവിടെ എന്തെങ്കിലും ചെറിയ നാശം സംഭവിച്ചാൽ പോലും അത് വെറുമൊരു സ്ഫോടനത്തിൽ ഒതുങ്ങില്ല, മറിച്ച് റേഡിയേഷൻ പുറത്തു വരാനും ഒരു വലിയ ആണവ ദുരന്തത്തിലേക്ക് വഴിമാറാനും സാധ്യതയുണ്ട്. ഈ രാത്രിയിൽ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകളുടെ ഒരു വലിയ നിര തന്നെ തൊടുത്തുവിട്ടിരുന്നു. അതിൽ ചില മിസൈലുകൾ ഡിമോണയ്ക്ക് ചുറ്റുമുള്ള മേഖലകളെയാണ് ലക്ഷ്യം വെച്ചത്. അതേസമയം തന്നെ തെക്ക് ഭാഗത്തുള്ള മറ്റൊരു നഗരമായിട്ടുള്ള അരാദിലും കനത്ത ആക്രമണങ്ങളുണ്ടായി. ആകാശത്ത് വെളിച്ചം മിന്നിമറയുന്നതും ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്ഫോടനങ്ങൾ നടക്കുന്നതും അവിടുത്തെ ആളുകൾ കണ്ടു. ആംബുലൻസുകളും മറ്റും സൈറൺ മുഴക്കി പായുകയായിരുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നതും ജനാലകൾ പൊട്ടിത്തെറിച്ചതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ ജീവഭയത്തോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടുകയായിരുന്നു. ഏകദേശം 40-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ എമർജൻസി സർവീസ് ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് 100-ലധികം വരും. ഇതിൽ പലരുടെയും അവസ്ഥ എന്ന് പറയുന്നത് ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ കൊച്ചു കുട്ടികളുമുണ്ട്. ഇത് അതിർത്തിയിലെ എവിടെയോ നടക്കുന്ന ഒരു പോരാട്ടമല്ല, രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തിന് നേരിട്ടുള്ള ആക്രമണമാണ്. ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളോട് സംസാരിച്ചു. വളരെ ശ്രദ്ധിച്ചും എന്നാൽ വികാരധീനനുമായാണ് അദ്ദേഹം സംസാരിച്ചത്. തനിക്കും രാജ്യത്തിനും ഈ വൈകുന്നേരം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അരാദിലെ മേയറെ വിളിച്ച് എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പരിക്കേറ്റവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനായി മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒഫീഷ്യൽ വാക്കുകൾക്ക് പിന്നിലെ മറ്റൊരു സത്യമുണ്ട്. ഒരിക്കലും ആർക്കും തൊടാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വിശ്വസിച്ചിരുന്ന ഒരിടം ഇപ്പോൾ അപകടത്തിലാണെന്നുള്ള തിരിച്ചറിവ്. എന്നാൽ ഇറാനെ ഡിമോണയെ വെറുതെ അങ്ങ് ആക്രമിച്ചു എന്ന് മാത്രം നമ്മൾ കരുതിയാലേ നമുക്ക് കാര്യങ്ങളുടെ വലിയ ചിത്രം മനസ്സിലാക്കാൻ കഴിയില്ല. ഇറാൻ അതിനെ ഒരു അപ്രതീക്ഷിത ആക്രമണം എന്നല്ല വിളിക്കുന്നത്, മറിച്ച് ഇതൊരു പ്രതികാരമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇറാന്റെ ഉള്ളിലെ നെതാൻസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് നോക്കണം. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നെതാൻസ്. ഈയിടെ അവിടെ വ്യോമാക്രമണം ഉണ്ടായതായിട്ട് ഇറാന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്നാണ് ഇറാനെ ആരോപിക്കുന്നത്. ആ ആക്രമണത്തിൽ അവിടെയുള്ള കെട്ടിടങ്ങൾക്കും മറ്റും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ റേഡിയേഷൻ ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും സന്ദേശം വ്യക്തമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയഭാഗത്ത് ആരോ അടിച്ചിരിക്കുന്നു. ഇറാന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, ഇതൊരു വലിയ നാണക്കേടും അവരുടെ ഭാവി പദ്ധതികൾക്കുള്ള ഭീഷണിയുമാണ്. അതുകൊണ്ട് അവർ ഡിമോണയ്ക്ക് നേരെ മിസൈല് തൊടുത്തു വിട്ടപ്പോൾ അവർ നൽകിയ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാലേ ഞങ്ങൾ നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കും. നെതാൻസ് സുരക്ഷിതമല്ലെങ്കിൽ ഡിമോണയും സുരക്ഷിതമായിരിക്കില്ല. ഇറാന്റെ കണ്ണിൽ നെതാൻസിനുള്ള മറുപടിയാണ് ഡിമോണ. അതുകൊണ്ടാണ് ഈ യുദ്ധം പെട്ടെന്ന് കൂടുതൽ അപകടകരമായിട്ട് മാറുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ വീഴുന്ന റോക്കറ്റുകളെ കുറിച്ചല്ല നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും പരസ്പരം ആണവ നിലയങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്.
ഇങ്ങനെ സംഭവിക്കുമ്പോൾ ലോകം ഭയക്കുന്നത് ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും ചെർണോബിൽ ദുരന്തം പോലെയോ അതിലും ഭീകരമായോ ഉള്ള എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ്. ഒരു മിസൈൽ വന്ന് ഒരു ആണവ കേന്ദ്രം തകർത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഇസ്രായേലിലോ ഇറാനിലോ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് ആ മേഖലയിലാകെ പടരും എന്നുള്ളതാണ്. ഇനി ഇതിൽ മറ്റൊരു വശമുണ്ട്. ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും ലോകം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചും. ഇറാൻ ഈ ആക്രമണത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായിട്ട് ഇസ്രായേൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ പരാതിപ്പെട്ടിരുന്നു. ക്ലസ്റ്റർ ബോംബുകൾ വലിയൊരു പ്രദേശത്ത് ചെറിയ ബോംബുകൾ ചിതറിക്കുന്ന തരം ആയുധമാണ്. ഇവയിൽ പലതും ഉടനെ പൊട്ടിത്തെറിക്കില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പോലും കുട്ടികളോ സാധാരണക്കാരോ ഇതിൽ തട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും ഇതിനെ എതിർക്കുന്നു. ഇറാൻ തങ്ങളുടെ നഗരങ്ങൾക്ക് നേരെ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇസ്രായേലിന്റെ പരാതി. ഇതിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവിടെയാണ് ഒരു വൈരുദ്ധ്യം വരുന്നത്. മുമ്പ് നടന്ന യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ച് 2006 ലെബനൻ യുദ്ധത്തിൽ ഇസ്രായേൽ വൻതോതിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രായേൽ സൈനിക കമാൻഡർമാർ തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ വിമർശകർ ചോദിക്കുന്നത് ഇതാണ്: നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ അത് സെക്യൂരിറ്റി, അവരുപയോഗിക്കുമ്പോൾ അത് യുദ്ധക്കുറ്റം. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ് എന്നാണ്. ഇതിനെയാണ് പല ആളുകളും ഹിപ്പോക്രസി എന്ന് വിളിക്കുന്നത്. അമേരിക്കയുടെയും UN-ന്റെയും കാര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരാറുണ്ട്. തെക്ക് ഭാഗത്ത് ഡിമോണിയയിലും അരാദിലും ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ലബനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ നഗരങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്. മാലോഡ്, തർഷിഹ പോലുള്ള നഗരങ്ങളിൽ മിസൈലുകൾ വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ചില മിസൈലുകൾ ജനവാസ മേഖലകളിൽ പതിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ കിഴക്ക് നിന്ന് ഇറാനും വടക്ക് നിന്ന് ഹിസ്ബുള്ളയും ആക്രമിക്കുന്നു. ഇത് വെറുമൊരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് പല വശങ്ങളിൽ നിന്നുള്ള ഒരു വലിയ സമ്മർദ്ദമായിട്ട് മാറുകയാണ്. ഇസ്രായേലിനുള്ളിൽ ഇതൊരു വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. തങ്ങൾ നാലുപാടും ശത്രുക്കളാൽ വളയപ്പെട്ടിരിക്കുന്നു എന്ന തോന്നല്. ആളുകൾ രാത്രികൾ ചെലവഴിക്കുന്നത് ഷെൽട്ടറുകളിലാണ്. ഓരോ തവണ ശബ്ദം കേൾക്കുമ്പോഴും അത് തങ്ങളുടെ വീടിന് അടുത്തല്ലോ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. നമുക്കിനി ഇറാന്റെ ഭാഗത്തേക്ക് പോകാം. അവിടുത്തെ പുതിയ സുപ്രീം ലീഡർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആയത്തുള്ള അലി ഖമീനിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുജത്തബ ഖമേനിയാണ് ഇപ്പോൾ ഇറാന്റെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത്. ഈയിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ കടുത്തതായിരുന്നു. അമേരിക്ക ഇറാന് മേലെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. 1, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് തങ്ങളുടെ സൈന്യങ്ങളെ പിൻവലിക്കണം. 2, ഇറാനുമേലുള്ള എല്ലാ ഉപരോധങ്ങളും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നീക്കം ചെയ്യണം. 3, ഇത്രയും കാലം ഉപരോധങ്ങൾ കാരണം ഇറാനുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം നൽകണം എന്നുള്ളതാണ്. ഇത് നടന്നില്ലെങ്കിൽ ഇറാൻ വെറുതെ ഇരിക്കില്ല എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന സൂചന അദ്ദേഹം നൽകി. ലോകത്തിലെ ഭൂരിഭാഗം എണ്ണയും പോകുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാൻ അത് തടഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എണ്ണ വില കുതിച്ചുയരും. അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയും ചെയ്യും. റഷ്യയുമായും ചൈനയുമായിട്ട് സൈനിക ബന്ധം ശക്തമാക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അതായത് ഇറാനെ തങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന് കരുതുന്നില്ല. ലോകത്തെ വലിയ ശക്തികൾ തങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ആണവ നയത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം തങ്ങൾ ആണവായുധം നിർമ്മിക്കില്ല എന്നായിരുന്നു ഇറാന്റെ നിലപാടെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് സ്വയം പ്രതിരോധിക്കാനായിട്ട് ആണവായുധം നിർമ്മിക്കുന്നതിനെ കുറിച്ച് അവർ ഗൗരവമായിട്ട് ചിന്തിക്കുന്നു. മുജത്തബ ഖമീനി തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനാണെന്നാണ് പലരും കരുതുന്നത്. അലി ഖമീനി കാര്യങ്ങൾ പതുക്കെ നീക്കുന്ന ഒരാളായിരുന്നു എങ്കിലേ മുജത്തബ വളരെ അപകടകരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ മടിയില്ലാത്ത ആളാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതൊരു വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയും ചൈനയും ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മുജത്തബയുടെ പ്രസംഗത്തിന് പിന്നാലെ അവർ ഇറാനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചില്ലെങ്കിലും അവരുടെ ചില ആവശ്യങ്ങൾ ന്യായമാണെന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ഉപരോധങ്ങളെ അവർ വിമർശിച്ചു. ഇറാൻ ഒറ്റക്കല്ലെന്നും അവർക്ക് വലിയ സുഹൃത്തുക്കൾ ഉണ്ട് എന്നും കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രങ്ങളെല്ലാം പെട്രോൾ വില വർധനവായിട്ടും യുദ്ധഭീതിയുമാണ് അനുഭവപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടാൽ ലോകം മുഴുവൻ അതിന്റെ ആഘാതം അറിയും. ആണവ നിലയങ്ങൾക്ക് ചുറ്റും യുദ്ധം നടന്നാൽ കപ്പൽ ഗതാഗതത്തിനും വ്യാപാരത്തിനും വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും. ഡിമോണയിൽ വീഴുന്ന ഒരു മിസൈല് വെറും ഇസ്രായേൽ ഇറാൻ പ്രശ്നമല്ല,
അതൊരു ആഗോള പ്രതിസന്ധി കൂടിയാണ്. യുദ്ധങ്ങൾ എങ്ങനെയാണ് ഭരണാധികാരികളെ കൂടുതൽ ശക്തരാക്കുന്നത് എന്നതിനെക്കുറിച്ച് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1980-കളിലെ ഇറാൻ ഇറാഖ് യുദ്ധം നോക്കും. സദ്ദാം ഹുസൈനെ ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാന് പെട്ടെന്ന് തോൽക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ആ യുദ്ധം വർഷങ്ങളോളം നീണ്ടുനിന്നു. അത് ഇറാനിലെ ജനങ്ങളിൽ വലിയൊരു ദേശീയ ബോധമാണ് ഉണ്ടാക്കിയത്. അവർ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരന്നു. അതുപോലെ തന്നെ ഇപ്പോഴുള്ള പുറത്തുനിന്നുള്ള സമ്മർദ്ദവും ആക്രമണങ്ങളും ഇറാന്റെ ഭരണകൂടത്തിന് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ഒരു കാരണമായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്. അമേരിക്കയും ഇസ്രായേലും നെതാൻസ് പോലെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നു. ഇറാനെ തിരിച്ചും അത് തന്നെ ചെയ്യുന്നു. ഇസ്രായേലിലെ ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ച് പരാതിപ്പെടുന്നു. ഇറാനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വടക്ക് നിന്ന് ഹിസ്ബുള്ള ആക്രമിക്കുന്നു. മുജത്തബ ഖമേനി ലോകത്തെ എണ്ണപ്പാതകൾ അടക്കുമെന്നും ആണവായുധം നിർമ്മിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. അമേരിക്കയും ഇസ്രായേലും ഇതിനെതിരെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഇതൊരു രാത്രിയിലെ മാത്രം പ്രശ്നമല്ല, ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. യുദ്ധത്തിന്റെ ആഘാതം എല്ലാവർക്കും അനുഭവപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഡിമോണക്കടുത്ത് വീഴുന്ന ഓരോ മിസൈലും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. എല്ലാ ഭാഗത്തുമുള്ള നേതാക്കൾ പ്രവർത്തിക്കുന്നത് ഭയം കൊണ്ടും അരക്ഷിതാവസ്ഥ കൊണ്ടും കൂടിയാണ്. നെതന്യാഹുവിനെ പോലെയുള്ള നേതാക്കൾ തങ്ങളുടെ അധികാരം നിലനിർത്താനെ ലോകത്തെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ പോലും മടിക്കാത്തവരാണെന്ന് പലരും വിമർശിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ കയ്യിൽ മിസൈലുകളും ആണവായുധങ്ങളും ഇരിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റായ തീരുമാനം പോലും ലോകത്തെ വലിയ ആപത്തിലേക്ക് നയിക്കും. ഡിമോണക്കടുത്ത് സംഭവിച്ചത് വെറുമൊരു വാർത്തയല്ല, അതൊരു മുന്നറിയിപ്പാണ്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്നൊക്കെയുള്ള ചില അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയാണ്. ഓരോ ഘട്ടത്തിലും ഈ സംഘർഷം കൂടി വരികയാണ്. ഇറാൻ ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ ചില ആയുധങ്ങളുണ്ടെന്ന തോന്നലുണ്ട്. അത് മിസൈലുകളായാലും എണ്ണപ്പാതകളായാലും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയായാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും തോന്നുന്നത് ഇറാൻ ആണവായുധം നേടുന്നതിന് മുമ്പ് തന്നെ അവരെ തടയണം എന്നാണ്. ഇനി എന്ത് സംഭവിക്കും എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ എല്ലാവരും ഒത്തുതീർപ്പിന് തയ്യാറായേക്കാം. അല്ലെങ്കിൽ ഈ തർക്കം ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നീങ്ങാം. ഡിമോണക്കടുത്ത് വീണ മിസൈല് ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കം മാത്രമാണ്.